പറഞ്ഞു ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദിയത്ത് എന്ന ആളുടെ ബശരിയത്ത് പരീക്ഷണമാണ്. അതിനാര് കുടിയാലും തകർന്നു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഖുൽ ഇന്നമാ എന്താർത്ഥം? എന്താർത്ഥം? നല്ല ഉഷാറിലിരിക്കാൻ അർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലിരിക്കാൻ അർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലിരിക്കണം എന്നർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലാണ്. നേരത്തെ പറഞ്ഞേനെ. നേരത്തെ പറഞ്ഞേനാ. നല്ല ഉഷാറിലിരിക്കണം നേരത്തെ പറഞ്ഞേനാ. അർത്ഥം ഖുൽ നബിയെ നിങ്ങൾ പറയേണ്ടത് ഇന്നമാന ബശറമിസ്ലുക്കും. കാരണം നിങ്ങൾ അബിദാണ്. അബിദിന്റെ ഏറ്റവും വലിയ വലിപ്പത്തരം ദില്ലത്ത് ഖുലുവാണ്. നിങ്ങൾ ബഷറാണ് നിങ്ങൾ പറഞ്ഞാൽ. നിങ്ങളെ വലിപ്പത്തരം നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വൈനക ലഅലാ ഖുലുഖിൻ അലീം. നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങൾ റഹ്മത്താന്ന് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പറയണ്ട. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. നിങ്ങൾ ഇന്റെ പ്രതിപുരുഷനാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞു. നിങ്ങൾ നിസ്സാരായി പറഞ്ഞാളി, നിങ്ങൾ ചെറുതാണ് നിങ്ങൾ പറഞ്ഞാളി. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. നിങ്ങൾ വലിയതായി പറയണ്ട. നിങ്ങൾക്ക് അബദിയത്ത് കാണിക്കാൻ ഏറ്റവും നിങ്ങൾ അബിതാണല്ലോ. അബദി ദില്ലത്ത് ഖുലുവാ കാണിക്കണ്ട്. നിങ്ങൾ ബശറാന്ന് നിങ്ങൾ പറഞ്ഞാളി. പിന്നെ നിങ്ങൾ വലിയ ആളാ, ആവാനാ പറയണ്ട്. ഞാൻ വലിയ ആളാ നിങ്ങൾ പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ അങ്ങനെ പറഞ്ഞ എന്തായി? എന്തേ നബിനെ കൂടെ അറിയിച്ചു? ഞാൻ വലിയ ആളാ നിങ്ങളും പറയണം, നിങ്ങൾ വലിയ ഞാനും പറയണം. നമ്മൾ തമ്മിൽ 50-50. അന്തമാണടാ, അന്തം പീടി നോങ്ങിയാൽ കിട്ടൂല. ഇത് നേരായ അർത്ഥം. ഖുൽ ഹുവല്ലാഹു. എന്താ അവിടെ കൊൽ വെട്ടിക്കൂടെ? ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തേ അല്ലാഹുവിന്റെ ഹുവല്ലാഹു അഹദ്. അവൻ അല്ലാഹു അഹദും ഏകനാണ്. എന്നാൽ തന്നെ ഇത് നമ്മൾ സ്വീകരിക്കൂലേ? അള്ളാഹു ഏകന പറഞ്ഞാൽ ഞാൻ നബിനെ കൂടെ അറിയിച്ചത്. അള്ളാഹ് വലിയവനാ, നബി പറയണം. നബി വലിയവനാണ്, അങ്ങനെ പറയണം. അല്ലാതെ അവിടെ കൊല്ലിന് ഒരു ന്യായം പറയും. നിങ്ങൾ വലിയ ആളാണ്. ഒന്ന്, ഞാൻ വലിയ ആളാകുമ്പോൾ നിങ്ങളെ ഞാൻ മുന്തിക്കും. വല്ലാഹു അഹദിനേക്കാൾ കുൽ എന്ന റിസാലത്തിന് മുന്തിച്ചു. റിസാലത്തിനല്ലടാ, കുല്ലിന്റെ ഉള്ളിൽ റിസാലത്താ. വല്ലാഹു അഹദ് തൗഹീദാ. തൗഹീദിനേക്കാൾ എന്ത് മുന്തിക്കണം? റിസാലത്തിന് മുന്തിക്കണം. റിസാലത്തിനുള്ള തൗഹീദിലേക്കാണ് കർണാൽ ഇജ് പൊളിഞ്ഞു പോകും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 10 വട്ടം പറഞ്ഞാൽ ചിലപ്പോൾ തിരിയില്ല. കുല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സക്കീറ മനസ്സിലായില്ലേ? കുല്ലിൻ്റെ ഉള്ളിൽ താങ്കൾ പറയുക. അപ്പൊ അവിടെ ആരാളുള്ളത്? റസൂല്. പറയാൻ മനുഷ്യ റിസാലത്തല്ലേ. വല്ലാഹു അഹദ് എന്താ? തൗഹീദ്. ഖുർആനിൽ തൗഹീദിന് വേണ്ടി മാത്രമുള്ള സൂറത്ത് ഏതാ? എന്നിട്ട് നബിയെ മുന്തിച്ചു. അവിടെ നബിയെ മുന്തിച്ചു. ഇനി എന്താ പറയുള്ളത്? എത്ര കാലായിട്ട് നമ്മൾ ചൊല്ലി അങ്ങോട്ട് ചോർന്നു പോരുന്നു. ഒന്ന് ആലോചിച്ചൂടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അഹദ്. അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്. വല്ല കമ്മിയുണ്ടോ ഇനി? എന്തിനവിടെ കൊല്ലുകൂട്ടിയെ? തൗഹീദിന്റെ മുമ്പ് എന്തിനെ മുന്തിച്ചു? അല്ലാഹു റിസാലത്തിനെ. എന്റെ വലുപ്പത്തിനെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ മുന്തിക്കും. നബി സുജൂദ് കിടക്കുമ്പോ ഇതിന്റെ ഒരു മദ്ഹറാണ്. നാളെ നബി സുജൂദ് കിടക്കുമ്പോ അല്ലാഹു പറയും ലാ 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 നിങ്ങൾ കിടക്കരുത്. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹ്. എല്ലാവർക്കും എന്റെ പൊരുത്തമുണ്ട്, എനിക്ക് നിങ്ങളെ പൊരുത്തമുണ്ട്. നിങ്ങളെ മുന്തിക്കും. എല്ലാവരും പറയണം ഞാനാ വലിയ ആളെന്നാ. എനിക്ക് നിങ്ങളെ വലിയത്. ഞാൻ വലിയ തന്നെ. പക്ഷെ നിങ്ങൾ മുന്തിക്കും. നിങ്ങളെ കിടക്കാൻ ഞാൻ പറ്റില്ല. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹ്. എനിക്ക് നിങ്ങളെ പൊരുത്തമുണ്ട്. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടണം. അല്ലാഹു അഹദ്. ഇതിനേക്കാൾ ഇനി വേറൊരു സൂറത്ത് ഖുർആനിലില്ലല്ലോ. തൗഹീദിനെ ആകെ സൂറത്ത് ഏതാ? എവിടെടാ അല്ലാഹുവിന്റെ റസൂലിനെ മുണ്ടിക്കാട് തൗഹീദ് പറഞ്ഞാൽ ഏടാ വഹാബി എന്നട തൗഹീദ് ഒടിച്ച് എന്നട നന്നാവാ. മുഹമ്മദിന്റെ അക്ബരിയത്ത് മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ തൗഹീദ് ഓരോരുത്തരും മനസ്സിലാവൂല. ആ തൗഹീദും ശിർക്കും തമ്മിൽ കുഫറും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. തൗഹീദിനേക്കാൾ ആരെ മുന്തിച്ചു? മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ
അതേ സമയത്ത് ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നബി നിങ്ങളെ ഹക്കിൽ പറയുമ്പോൾ ഞാൻ ചെറുതാന്ന് പറഞ്ഞാളി. അതേ സമയത്ത് എന്റെ ഏറ്റവും വലിയ ഉൽപ്പത്തരമാണ് എന്റെ ഹദിയത്ത് തൗഹീദ്. അതിൽ ഞങ്ങളെ ഒന്നിച്ച് എന്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണെന്ന് എന്റെ നബി പറഞ്ഞു തരും. അപ്പോൾ അത് തൗഹീദാവും. നിങ്ങൾ എന്റെ നബിക്ക് ചെവി കൊടുക്കുക, നിങ്ങൾ എന്റെ നബിയുടെ വാക്കിനെ മുണ്ടിക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തൗഹീദുള്ളവനാണ്, അപ്പോൾ ഞാൻ വഹദാനിയത്തിന്റെ റബ്ബാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിലോ കാഫിറാണ്. വേറെ എന്താണോ ഇവിടെ കുല്ലിനൊരു ആവശ്യം? മനസ്സിലായോ പറഞ്ഞത്? രണ്ടാമത്തെ